ഇതൊരു വലിയൊരു റെസിസ്റ്റൻസ് ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചേഞ്ച് കൊണ്ടുവരുമ്പോഴും റെസിസ്റ്റൻസ് സർവ്വസാധാരണമാണ്. ഗവൺമെൻറ് സെക്ടറിൽ കൊണ്ടുവരുമ്പോൾ അത് വലിയൊരു റെസിസ്റ്റൻസ്, അതിനൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറയുന്ന ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവും അല്ലേ? ഇപ്പോൾ ടോം ഒരു ബിസിനസ് ഹെഡ് ചെയ്യുന്ന ഒരാളാണ്. ടോമിൻ്റെ ഒരു മാനേജറോട് പറയാണ്, നിങ്ങൾ യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് അസൈൻമെൻറ്റ് വിത്തിൻ 6 months. നിങ്ങളൊരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. അയാൾ 6 മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ടോമിനെ അറിയാവുന്നതറിയാം, 181ാമത്തെ ദിവസം അയാൾ ആ കമ്പനിയിലുണ്ടാവില്ല. ഒരു കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഗവൺമെൻറ്റിൽ, ഞാൻ എപ്പോഴും പറയും, ഒരു തഹസിൽദാരോട് ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി 2 ഏക്കർ സ്ഥലം എടുത്ത് തരാൻ പറയാം. ഒരു അസൈൻമെൻറ്റ് റവന്യൂ മിനിസ്റ്റർ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. 6 മാസമല്ല 6 കൊല്ലം കഴിഞ്ഞാൽ എടുത്തു കൊടുക്കില്ല. അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ല. അദ്ദേഹം ആരോടും അക്കൗണ്ടബിൾ അല്ല. ഒരു പ്രശ്നമില്ല. ഇത് നമ്മുടെ ഈ ഒരു 50 കോടി രൂപയുടെ പ്രോജക്റ്റ് 3 കൊല്ലം കൊണ്ട് തീരേണ്ട പ്രോജക്റ്റ് 10 കൊല്ലം കഴിഞ്ഞാലും തീരില്ല. 500 കോടിയാവും ചിലപ്പോൾ ഈ 50 കോടി രൂപയുടെ പ്രോജക്റ്റ് ഫൈനൽ തീരുമ്പോൾ. അത് എവിടെ നിന്നാണ് പണം പോണത്? എക്സ്ചക്കറിൽ നിന്നാണ് ആ പണം പോകുന്നത്. ആരുടെ പണമാണ് ആ പോകുന്നത്? നമ്മൾ നികുതി അടയ്ക്കുന്ന പണമാണ് ആ പോകുന്നത്. ആ പബ്ലിക് എക്സ്ചക്കറിൽ നിന്നുള്ള ലീക്കേജ് നമ്മൾ തടയണം. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെൻറ്റിലും ഈ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യണം. 180 ദിവസം കഴിയുമ്പോൾ 181ാമത്തെ ദിവസം നോക്കി ഇയാൾ സ്ഥലം എടുത്തു തന്നിട്ടില്ലെങ്കിൽ ഈ ഷുഡ് ബി അക്കൗണ്ടബിൾ. അത് നമുക്ക് എന്തുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നത് പോലെ ഗവൺമെൻറ് സെക്ടറിൽ ചെയ്യാൻ പാടില്ല? ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സിവിൽ സർവീസ് കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാമിനേഷൻ പാസ്സായി വന്ന ഭയങ്കര മിടുക്കന്മാരാണ്, ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് വന്നത്. പക്ഷെ അവരവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാവുകയാണ്. അവിടുത്തെ കൾച്ചർ മാറ്റണം. നമ്മൾ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ തീരുമാനിക്കപ്പെടുകയും നടപ്പാക്കുകയും ചെയ്യും. 1 കൊല്ലം കൊണ്ടൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് തീർന്നിരിക്കണം. 1 രൂപ എസ്കലേഷൻ വരരുത്. നേരത്തെ തീരുമാനിച്ചത് ഇല്ലെങ്കിൽ അതിൻ്റേതായ റീസൺസ് ഉണ്ടാകണം. ചിലപ്പോൾ വല്ല കലാമിറ്റി വന്നാലോ നാച്ചുറൽ വല്ല ഡിസാസ്റ്റേഴ്സ് വല്ലതും വന്നാലോ നമുക്ക് എക്സംഷൻ കൊടുക്കാം. അതിനുള്ള പ്രൊവിഷൻ വെച്ചാൽ മതി. ബട്ട് ഹീ ഷുഡ് ബി അക്കൗണ്ടബിൾ. അതാണ് നമുക്കുണ്ടാകേണ്ട ഒരു ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വലിയ മേജർ ചേഞ്ച് ഗവൺമെൻറ് സെക്ടറിൽ വരേണ്ട. ഞാൻ കുട്ടികളുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. അവർ തലയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് വേണമെന്ന്, അല്ലേ? വേണമെന്ന് ഞാൻ കണ്ടു, മോളെ കണ്ട് തലയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടിട്ട് അത് അങ്ങനെ വേണം എന്നുള്ളൊരു ഇതാണ്. ആ ഒരു പബ്ലിക് സപ്പോർട്ട് ഈ കാര്യത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട്, ഞാനിത് നമ്മളൊരു പുതിയ ആശയം പറയുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് നിങ്ങളുടെ മുഖത്താണ്, നിങ്ങളുടെ കുട്ടികളുടെ മുഖത്താണ്. നിങ്ങൾ അത് ചെയ്യണം, അത് ചെയ്യേണ്ടതാണ്, വേണം എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. അപ്പം ഇവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. സിസ്റ്റമൈസ് ചെയ്ത എന്തിനാ ഏത് സംഘടനയാണ് എതിർക്കേണ്ടത്? 6 മാസം കൊണ്ട് തീർക്കേണ്ട പണി 6 മാസം കൊണ്ട് തീർന്നില്ലെങ്കിൽ ഞാനത് ലയബിളാവും എന്നൊരു ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെന്തിനാ എതിർക്കണത്? അതിനെ എതിർത്ത ജനം അതിൻ്റെ കൂടെ നിൽക്കില്ല. അപ്പം നമ്മളത് കൊണ്ടുവരുന്നവർ ആളുകളെ കൺവിൻസ് ചെയ്താൽ മതി. എന്തിനാണ് കൊണ്ടുവരുന്നത്? സതുദ്ദേശത്തിനാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല കൊണ്ടുവരുന്നതെന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ഉറപ്പായിട്ടും.